Naming of alkanes part 2, branched alkanes, single branch. അതാണ് നമ്മുടെ ടോപ്പിക്ക്. അപ്പം നമ്മൾ നെയിമിങ് കണ്ടിന്യൂ ചെയ്യാണ്. പാർട്ട് 2 ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സിമ്പിളായിട്ടുള്ള ആൽക്കെയിൻസ് ആണ് പഠിച്ചത്. ഇനി നമ്മൾ ബ്രാഞ്ച് ഒക്കെയുള്ള കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആൽക്കെയിൻസിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുക. അങ്ങനത്തെ ആൽക്കെയിൻസിനെ എങ്ങനെയാണ് പേരിടുക എന്നുള്ളതാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ നോക്കുക. അപ്പം നമ്മുടെ പുതിയ ഹൈഡ്രോ കാർബൺസിന് അല്ല പുതിയ ഓർഗാനിക് കോമ്പൗണ്ട്സിന് ബ്രാഞ്ചസ് ഉണ്ടാവും. അത് സിംഗിൾ ബ്രാഞ്ച് ആയിരിക്കും, ഒറ്റ ബ്രാഞ്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. ഞാൻ ഒരു ക്വസ്റ്റ്യൻ വരയ്ക്കാം. CH3 single bond, CH2 single bond, CH2 single bond, CH3 single bond, CH3. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് കാണുമ്പോഴേ നമുക്കറിയാം നേരത്തെ പഠിച്ചതിൽ നിന്നും ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ട് ഇതിന്, അല്ലേ? അപ്പം കണ്ടോ, എക്സ്ട്രാ ഒരു ബ്രാഞ്ച് പോലെ വെളിയിലൊക്കെ നിൽക്കുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഇതിനെങ്ങനെ പേരിടാമെന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തിലെ മെയിൻ കാർബൺ ചെയിൻ കണ്ടുപിടിക്കണം. മെയിൻ കാർബൺ ചെയിൻ നമ്മൾ കണ്ടുപിടിക്കണം. മെയിൻ കാർബൺ ചെയിൻ എന്ന് പറയുന്നത് ലോങ്സ്റ്റ് കാർബൺ ചെയിൻ ആയിരിക്കും മെയിൻ കാർബൺ ചെയിൻ. ഏറ്റവും കൂടുതൽ കാർബൺസ് ഏത് ചെയിനിലാണ് വരുന്നത് അതായിരിക്കും മെയിൻ കാർബൺ ചെയിൻ എന്ന് പറയാം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എണ്ണി നോക്കുക. ഞാൻ വേണ്ട രണ്ട് രീതിയിൽ ഇതിനെ വരയ്ക്കും. ഇപ്പൊ ഞാൻ വേണ്ട ഇങ്ങനെ ഒന്ന് എണ്ണാന്ന് വിചാരിച്ചു, ഈ രീതിയിലൊന്ന് എണ്ണുക. അപ്പൊ എത്ര കാർബണാ വരിക? 1, 2, 3, 4, 5 അല്ലെ? ഇങ്ങനൊരു ചെയിൻ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതിൽ 5 കാർബണാണ് വരിക. ഇനി ഞാൻ വേറൊരു രീതിയിൽ എടുക്കാൻ പോകണം. ഞാൻ തന്നെ ഇങ്ങനെ ഒരു ചെയിൻ എടുക്കാന്ന് വിചാരിച്ചോ. തെറ്റൊന്നുമില്ല, ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ എടുത്താൽ എത്ര കാർബൺ വരും? 1, 2, 3, 4, 5. അപ്പൊ ഈ ചെയിനിൽ 5 കാർബൺ ഉണ്ട്, കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ഇനി വേറൊരു ചെയിൻ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഫോം ചെയ്യാം. അതായത് ഇങ്ങനൊരു ചെയിൻ എടുക്കാമല്ലോ, ഇതൊരു ചെയിൻ അല്ലേ? ഓക്കെ, ഇങ്ങനെ എടുത്താലോ 3 കാർബണേ വരുള്ളൂ. പക്ഷെ നമുക്ക് എന്താ വേണ്ടത്? മാക്സിമം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് വരുന്നത്. അപ്പൊ 3 രീതിയിൽ എഴുതാൻ പറ്റും. അതിൽ മാക്സിമം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് വരുന്നത് ഇങ്ങനെ എഴുതുമ്പോഴോ അല്ലെങ്കിൽ താഴോട്ട് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എഴുതിയാലും നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. തൽക്കാലം ഞാൻ എളുപ്പത്തിന് ഞാൻ ഇങ്ങനെ ഉള്ള ഒരു ചെയിനാണ് എടുക്കുക. ഇതാണ് എൻ്റെ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ. അപ്പൊ ഇതാണ് എൻ്റെ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ. അപ്പൊ അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്, ലോങ്സ്റ്റ് കാർബൺ ചെയിൻ കണ്ടുപിടിക്കാം. ഇനിയും രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ്സ്റ്റ് കാർബൺ ചെയിനിന് നമ്പർ ഇടുക. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പൊ നമ്പർ എങ്ങനെ ഇടുക? ഓരോ കാർബണും നമ്മൾ നമ്പർ കൊടുക്കണം. അപ്പം ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ നമ്പർ ചെയ്യണം, റൈറ്റ് സൈഡിൽ നിന്ന് നമ്പർ ചെയ്യണം. അപ്പൊ ഞാൻ ആദ്യം ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്പർ ചെയ്യണേ. 1, 2, 3, 4, 5. ഇനി റൈറ്റിൽ നിന്ന് നമ്പർ ചെയ്യണം. 1, 2, 3, 4, 5. അപ്പൊ ഞാൻ രണ്ട് സൈഡിൽ നിന്ന് നമ്പർ ചെയ്തു ഇതിന്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കാർബണിലാണ് ബ്രാഞ്ച് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നോക്കാം. അപ്പൊ ഏതാണ് ബ്രാഞ്ച് ഇതിൻ്റെ അകത്തില്? ഇത് മെയിൻ കാർബൺ ചെയിൻ അല്ലേ? അപ്പൊ മെയിൻ കാർബൺ ചെയിനിൽ നിന്ന് പുറത്തോട്ട് നിൽക്കുന്നത് എല്ലാം ബ്രാഞ്ചസ് ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ഒരു ബ്രാഞ്ച് മാത്രമേ ഉള്ളൂ. ഈ CH3 ആണ് ഇവിടുത്തെ ബ്രാഞ്ച്. CH3 ആണ് ബ്രാഞ്ച്. അപ്പൊ ഞാൻ വേണമെങ്കിൽ അത് ഇങ്ങോട്ടൊന്ന് എഴുതാം. CH3 എന്ന് പറയുന്നത് ബ്രാഞ്ച് ആയിരിക്കും. ഇതെന്ന് പറയുന്നത് മെയിൻ കാർബൺ ചെയിൻ ആയിരിക്കും. മെയിൻ കാർബൺ ചെയിൻ കണ്ടോ? അപ്പൊ ഇനി നമ്മൾ നോക്കേണ്ടത് ബ്രാഞ്ച് ഏത് കാർബണിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നോക്കാം. അപ്പൊ നിങ്ങൾ നോക്കിയ ബ്രാഞ്ച് ഇതല്ലേ? ഈ ബ്രാഞ്ച് എങ്ങോട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? ഈ കാർബണിലേക്കല്ലേ അറ്റാച്ച് ചെയ്തിരിക്കുക. ആ കാർബണിന്റെ നമ്പർ എത്രയാണ്? 2 നമ്പർ ഉണ്ട് അല്ലെ? 4 ഉണ്ട്, 2 ഉണ്ട്. ഞാൻ ഇവിടോട്ട് എഴുതാം. 4 ഉണ്ട്, 2 ഉണ്ട്. നമ്മള് ബ്രാഞ്ച് ഏത് കാർബണിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നോക്കാം. ഈ ബ്രാഞ്ച് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഈ കാർബണിലാണ്. ആ കാർബണിന്റെ നമ്പർ എന്ന് പറയുന്നത് 2 അല്ലെങ്കിൽ 4. ഇതിൽ നിന്ന് നമ്മൾ ഒരെണ്ണം ചൂസ് ചെയ്യണം. നമ്മൾ എപ്പോഴും സ്മോളസ്റ്റ് നമ്പർ ചൂസ് ചെയ്യണം. സ്മോളസ്റ്റ് നമ്പർ ഏതാണ്? 4 ഉണ്ട്, 2 ഉണ്ട്. അതിൽ സ്മോളസ്റ്റ് ഏതാണ്? 2 അല്ലേ? അപ്പോൾ നമ്മൾ 2 ആണ് സെലക്ട് ചെയ്യേണ്ടത്. ആ 2 ഇങ്ങോട്ടൊന്ന് എഴുതി വെക്കുക. 2 ഹൈഫൺ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. 2 ഹൈഫൺ. ഇനി നമ്മൾ ആദ്യം ബ്രാഞ്ചിനാണ് പേരിടാൻ പോകുന്നത്. ഈ ബ്രാഞ്ചിൽ എത്ര കാർബൺ ഉണ്ട്?
ഒരെണ്ണം അല്ലെ, ഒരു കാർബൺ അല്ലേ ഉള്ളൂ. ഒരു കാർബൺ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രിഫിക്സ് എന്താണ്? മെത്ത് എന്നല്ലേ. ബ്രാഞ്ച് ആണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്നതാണ് YL എന്ന് പറഞ്ഞൊരു സഫിക്സ്. YL എന്ന് പറയുന്നത് ബ്രാഞ്ചിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. അപ്പോ YL എന്ന് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത് ഇത് ബ്രാഞ്ച് ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പൊ 2-methyl 2-methyl. ഇനി മെയിൻ കാർബൺ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട്? 5 കാർബൺ ആണ് ഉള്ളത് അല്ലെ. 5 കാർബൺ ഉള്ള ഹൈഡ്രോ കാർബണിനെ വിളിക്കുന്ന പേരാണ് പെന്റെയിൻ അല്ലെ, പെന്റെയിൻ. അപ്പൊ ഇതിന്റെ പേരെന്താണ്? 2-methyl pentane. 2-methyl pentane, അങ്ങനെയാണ് ഇതിന്റെ പേര്. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഒരു 50% ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഇനി വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാണ്, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പൊ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതാം. CH3 CH2 CH3 CH2 CH2 CH3. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ലോങ്സ്റ്റ് കാർബൺ ചെയിൻ കണ്ടുപിടിക്കുകയാണ് അല്ലെ. അപ്പൊ നമുക്ക് പല രീതിയിൽ ഇതിനെ വരയ്ക്കാം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ നേരെ എണ്ണി നോക്കാം. ഇപ്പൊ നേരെ എണ്ണുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര കാർബൺ വരും? 1 2 3 4 5 6 അല്ലെ. 6 കാർബൺ ഉണ്ട് നേരെ. ഇനി ഇങ്ങനെ ഒരു ചെയിൻ ഫോം ചെയ്യാൻ നോക്കാം. ഇങ്ങനെ ഫോം ചെയ്താലോ 1 2 3 4 കാർബണേ ഉള്ളൂ. ഇനി ഇങ്ങനെ ഒരെണ്ണം ഫോം ചെയ്തേ, ഇങ്ങനെ ഒരെണ്ണം 1 2 3 4 5, അതിൽ 5 കാർബണേ ഉള്ളൂ. അപ്പൊ നമുക്ക് ലോങ്സ്റ്റ് കാർബൺ ചെയിൻ ഏതായിരിക്കും? ഈ നേരെ കിടക്കുന്നതല്ലേ, ഇതല്ലേ. ഇങ്ങനെ കൗണ്ട് ചെയ്താൽ നമുക്ക് എത്ര കാർബൺ വരുന്നുണ്ട്? 6 കാർബൺ വരുന്നുണ്ട്. അപ്പൊ അതാണ് ലോങ്സ്റ്റ് കാർബൺ ചെയിൻ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. ഇത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫുൾ ഉത്തരം തെറ്റും. അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ലോങ്സ്റ്റ് കാർബൺ ചെയിൻ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്താണ്? മെയിൻ കാർബൺ ചെയിനെ നമ്പർ ചെയ്യുക. 1 2 3 4 5 6. 1 2 3 4 5 6. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ബ്രാഞ്ച് ഏത് കാർബണിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? ഏത് കാർബണിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? ഇതല്ലേ ബ്രാഞ്ച്, CH3 അല്ലേ ബ്രാഞ്ച്. അത് ഏതിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? 3 or 4. ഇതിൽ നിന്ന് പറഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്യണം. ഏതാണ് ചൂസ് ചെയ്യേണ്ടത്? സ്മോളസ്റ്റ് നമ്പർ ആണ് ചൂസ് ചെയ്യേണ്ടത്. ഇതിൽ ഏതാണ് സ്മോളസ്റ്റ് നമ്പർ? 3 ആണല്ലേ സ്മോളസ്റ്റ് നമ്പർ. സോ 3 ആണ് നമ്മുടെ ബ്രാഞ്ചിന്റെ നമ്പർ. സോ 3 ഹൈഫൺ. ഇനി ബ്രാഞ്ചിനകത്തിൽ എത്ര കാർബൺ ഉണ്ട്? ഒരു കാർബൺ അല്ലേ ഉള്ളൂ. ഒരു കാർബൺ വരുമ്പോൾ അതിനെന്താ വിളിക്കുക? മീഥൈൽ എന്നല്ല വിളിക്കുക. മെത്ത് എന്നുള്ളത് ഒരു കാർബണെ സൂചിപ്പിക്കുന്നു. ബ്രാഞ്ച് ആണെന്ന് കാണിക്കാൻ വേണ്ടി YL എന്ന് ആഡ് ചെയ്യണം. മീഥൈൽ അല്ലെ. ഇനിയും 6 കാർബൺ അല്ലേ ഉള്ളത്. 6 കാർബൺ ഉള്ള മെയിൻ കാർബൺ ചെയിനെ വിളിക്കുന്ന പേരെന്താണ്? ഹെക്സേൻ. ഇതിന്റെ പേരെന്താണ്? 3-methyl hexane. ഇപ്പൊ കുറച്ചുകൂടെ മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഞാൻ വേറെ എക്സാമ്പിൾ കാണിക്കാം. CH3 CH2 CH3 CH3. ഓക്കെ, അപ്പോ ഇതിന് നമുക്കൊന്ന് പേരിടാം. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ലോങ്സ്റ്റ് കാർബൺ ചെയിൻ കണ്ടുപിടിക്കുക എന്നുള്ളത് അല്ലെ. അപ്പൊ ഇതിലേതായിരിക്കും ലോങ്സ്റ്റ് കാർബൺ ചെയിൻ? എങ്ങനെ എണ്ണുമ്പോഴായിരിക്കും? ഒന്ന് എണ്ണി നോക്കിയാൽ നമ്മൾ ആദ്യം എണ്ണാൻ പോകുന്നത് നേരെ ആയിരിക്കും അല്ലെ. 1 2 3 4 5 5 കാർബൺ വരുന്നുണ്ട്. ഇനിയും ഇങ്ങനെ ഒന്ന് എണ്ണി നോക്കിയാലോ 1 2 3 4 കാർബൺ വരുന്നുള്ളൂ. ഇനി വേറെ രീതിയിൽ എണ്ണ നോക്കാം. 1 2 3 4 5 6. കണ്ടോ, ഇങ്ങനെ എണ്ണുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റംസ് വരുന്നത്. അപ്പൊ അതായിരിക്കും ലോങ്സ്റ്റ് കാർബൺ ചെയിൻ. അപ്പൊ ഏതാണ് നമ്മുടെ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ? ഇതല്ലേ നമ്മുടെ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ. മനസ്സിലായോ? ഇങ്ങനെ എണ്ണുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റംസ് വരിക. ഇനി ഇതിനാണ് നമ്മൾ നമ്പർ ചെയ്യേണ്ടത്. ആദ്യം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമ്പർ ചെയ്യാം. 1 2 3 4 5 6. ഇനി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്പർ ചെയ്യാം. 1 2 3 4 5 6. ഇനി നോക്കി ഏതാണ് നമ്മുടെ ബ്രാഞ്ച്? ഈ CH3 ആണ് ബ്രാഞ്ച്. ആ CH3 അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഏത് കാർബണിലാണ്? 3 or 4 അല്ലെ. 3 or 4. ഇതിലേതാണ് സ്മോളസ്റ്റ് നമ്പർ? 3 അല്ലേ. 3. സോ 3 ആണ് നമ്മുടെ ബ്രാഞ്ചിന്റെ നമ്പർ. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതാം? 3 ഹൈഫൺ ബ്രാഞ്ചിനകത്തിൽ എത്ര കാർബൺ ഉണ്ട്? ഒരു കാർബൺ, മെത്ത്.
ബ്രാഞ്ച് ആണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്താ ആഡ് ചെയ്യുക? YL. ഈ മെയിൻ കാർബൺ ചെയിനിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? 1 2 3 4 5 6. 6 വരുന്നത് നമ്മൾ എന്താ വിളിക്കുക? ഹെക്സൈൻ. ഇതിന്റെ പേരാണ് 3-methyl hexane. വേറൊരു ക്വസ്റ്റ്യൻ. CH3, CH2, CH, CH2, CH3, CH2, CH3. ഓക്കെ, അപ്പോ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ലോങ്സ്റ്റ് കാർബൺ ചെയിൻ കണ്ടുപിടിക്കുക. എങ്ങനെയാണ് നമ്മൾ എണ്ണി നോക്കുക അല്ലെ? അപ്പോ ആദ്യം ഞാൻ നേരെ എണ്ണി നോക്കുകയാണ്. 1 2 3 4 5 കാർബൺ ആറ്റംസ് ആണ് ഉള്ളത് അല്ലെ? ഇനി എന്താണ് ഇങ്ങനെ ഒന്ന് എണ്ണി നോക്കുകയാണ്. 1 2 3 4 5. ഇങ്ങനെ എണ്ണിയപ്പോഴും 5 ആണ് വന്നത്. ഇനി ഇങ്ങനെ എണ്ണിയാലോ? 1 2 3 4 5. എങ്ങനെ എണ്ണിയാലോ ഇതിൻ്റെ 5 കാർബൺ ആറ്റംസ് ആണ് വരിക. അതുകൊണ്ട് ഞാൻ എളുപ്പത്തിന് നേരെ ഉള്ളത് തന്നെ ഞാൻ എങ്ങനെ ഏത് വേണേലും എടുക്കാം. ഞാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ നേരെ ഉള്ളത് എടുത്തു. ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ്? മെയിൻ കാർബൺ ചെയിനിനെ നമ്പർ ചെയ്യുക. 1 2 3 4 5. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ചെയ്യുക. 1 2 3 4 5. ഇനി എന്താണ് നോക്കേണ്ടത്? നമ്മുടെ ബ്രാഞ്ച് ഏത് കാർബണിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നോക്കാം. ഏതിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? 3 or 3. രണ്ട് സെയിം നമ്പേഴ്സ് ആണല്ലേ? അപ്പൊ നമുക്ക് ചൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 3 ആയിരിക്കും നമ്മുടെ ബ്രാഞ്ചിന്റെ നമ്പർ. സോ 3-. ബ്രാഞ്ചിൽ എത്ര കാർബൺ ഉണ്ട്? 1 2 കാർബൺ ഉണ്ട്. അപ്പൊ എത്ര തുടങ്ങുക? ബ്രാഞ്ച് ആണെന്ന് കാണിക്കാൻ വേണ്ടി എന്താ ആഡ് ചെയ്യുക? YL ആഡ് ചെയ്യുക. സോ ഈഥൈൽ, 3-ethyl. 5 കാർബൺ ഉള്ള ഹൈഡ്രോ കാർബൺ നമ്മൾ എന്താ വിളിക്കുക? പെന്റെയിൻ. 3-ethyl pentane.